ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ലീവ്സ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന എന്നൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നല്ലോണം കാണണമെങ്കിൽ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ, വീഡിയോയും ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് നമ്മളൊരു ഈ ഒരു ലീവ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇതൊരു സിമ്പിൾ ബേസ് ആയിട്ടുള്ള ലീവ്സ് ആണ്, അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലത്തെ 3 ലീവ്സ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം. നെക്സ്റ്റ് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് ബോൾഡാക്കി കൊടുക്കുക, അത് ഇതുപോലെ ബോൾഡാക്കി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ആ ഒരു വൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഞാൻ ഫസ്റ്റിൽ വരയ്ക്കാൻ വിട്ടുപോയി, സോ അതിനെ ഇപ്പോൾ വരച്ചു കൊടുത്തു. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു ഇതേ സെയിം ലീവ്സ് തന്നെയാണ്, ബട്ട് അതിൽ നമ്മൾ 4 ലീവ്സ് വന്നിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് ഒരു ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മളത് മൊത്തത്തിൽ നമ്മളെന്താ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ലീവ്സ് ആയിട്ട് വരും. നമുക്കിത് ഫ്ലവേഴ്സിൻ്റെയൊക്കെ കൂടെ കോംബോ ചെയ്യാൻ അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് വരുന്ന ലീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തേയിലും ബേസ് ആയിട്ട് വന്നിട്ട് സെൻറ്റർ ഭാഗത്തിൽ ഇതുപോലെ 2 ലൈൻസ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഭാഗം വിട്ട് 2 ലൈൻസ് വരച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡിയായി. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ വലിയ ലീവ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ ഇതുപോലെ 2 ലൈൻസ് വരച്ചു കൊടുക്കുക. ആ ലൈൻസ് വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ലീവ്സിൻ്റെ ആ ഒരു വെയിൻസ് വരച്ചു കൊടുക്കുക. വെയിൻസ് ഇതുപോലെ ചരിച്ച് വേണം വരച്ചു കൊടുക്കുക, അപ്പോഴേ അതിനൊരു നല്ലൊരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. സോ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സൈഡൊന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ആ ഒരു ലീവ്സിന് നല്ല നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക്. നെക്സ്റ്റ് വന്നിട്ട് സെൻറ്ററിൽ നമ്മൾ ആ ഒരു ഫില്ലിങ് കൊടുക്കാം. നെക്സ്റ്റ് ലീവ്സ് എന്ന് പറയുന്നത് ആദ്യം 2 ലൈൻസ് വരച്ചു കൊടുക്കുക. അതിലേക്ക് ഈ ഒരു ലീവ്സ് വേണം നമ്മൾ വരച്ചു കൊടുക്കുക. ലീവ്സ് സാധാരണ നമ്മൾ കൂർപ്പിച്ചിട്ടല്ലേ വരയ്ക്കുന്നത് അറ്റത്ത് വന്നിട്ട്. ഇതിൽ കൂർപ്പിക്കാതെ വരച്ചു കൊടുക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെയിൻസ് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് ഫില്ലാക്കി എടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചെടുക്കുക. അപ്പം ഇതും ഒരു ടൈപ്പ് ലീവ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഫ്ലവേഴ്സിൻ്റെ കൂടെ കോംബോ ചെയ്താൽ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഞാൻ ആ ഒരു അറ്റത്ത് വന്നിട്ട് ഇതുപോലെ ഒരു ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വരുന്ന ലീവ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ലീവ്സാണ്, റോസ് ലീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതുപോലത്തെ ലീവ്സാണ്. ഇത് നമ്മൾ വരച്ച് തന്നെ എടുക്കണം. ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്ത് വരച്ചെടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ 2 ലൈൻസ് ഇട്ട് കൊടുക്കുക. 2 ലൈൻസ് ഇട്ടിട്ട് നമ്മൾ ഓരോ എതളിനും ഓരോ ലീവ്സിനും ഓരോ ലൈൻസ് വീതം നമ്മളിത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സൈഡൊന്ന് ഇതുപോലെ ബോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഓക്കെ, നമ്മൾ വരച്ചു കഴിഞ്ഞു. സോ നെക്സ്റ്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കാണാം. ഇതുപോലെ വലിയൊരു ലീവ്സിൻ്റെ ഔട്ട്ലൈന് നമ്മൾ അധികം തിക്കാക്കാതെ തിന്നായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ലീവ്സ് വരുന്ന രീതിക്ക് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയുക ഇത്രയും പെർഫെക്ഷനോട് കൂടി നമ്മൾ കിട്ടത്തില്ല. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, എന്നിട്ട് നമ്മൾ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആ ഓരോ ലീവ്സിനകത്തേക്കും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വലിയ ലീവ്സിൻ്റെ അകത്ത് കുറേ ലീവ്സ് ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു ലീവ്സാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലീവ്സാണ്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമ്മൾ ആ ഒരു ലീവ്സ് വരച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് വെയിൻ ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. ഓക്കെ, സിമ്പിളാണ്.
ഓക്കെ, നെക്സ്റ്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഒരു വലിയ ലീവ്സിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക. അതിനകത്തേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ലീവ്സ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇത് ഇതുപോലെ വരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതുപോലെ വെയിൻസ് വരച്ചു കൊടുക്കണം. അങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴാണ് ആ ഒരു ലീവ്സിനൊക്കെ ഒരു ഭംഗി കിട്ടുക. ഓക്കെ, അപ്പം അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ഇടയിൽ നമ്മൾ ആ ഒരു സ്പേസ് കൊടുക്കാതെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നേരത്തെ വരച്ച ലീവ്സിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ലീവ്സ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തു, പക്ഷേ ഇത് ലീവ്സിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ ഇത് ഇതുപോലെ ഒരു ലീവ്സാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ ഇത് ഇതുപോലെ തന്നെ വരച്ച് തന്നെ എടുക്കണം. സോ ഇതുപോലെ വരച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് ഇത് ഇതുപോലെ 2 ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ലുക്കേ മാറും. സീരിയസ്ലി അത് നല്ലൊരു ഒറിജിനാലിറ്റി തരും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡൊന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ മെഹന്തിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലീവ്സ് വരുന്നതെന്ന് വരച്ചു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ വരച്ച്, ഇത് നല്ല സിമ്പിളായിട്ടുള്ള ലീവ്സാണ്. നമുക്കങ്ങനെ ആ ഒരു സെൻറ്ററിൽ നമുക്ക് ആ ഒരു ഇട ഇടാൻ പറ്റില്ല. ഐ മീൻ ഇതുപോലെ സാധാരണ ഇതുപോലെ പ്രഷർ അപ്ലൈ ചെയ്താണ് ഞാൻ വരയ്ക്കാറ്. ബിഗിനേഴ്സിന് എളുപ്പമായിട്ടുള്ള രീതിക്കാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ പറയുക, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നേരെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് അതിലൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഷെയ്ഡ് ചെയ്യുക, നേരെ ഒരു ലൈൻ ഇട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക, ഷെയ്ഡ് ചെയ്യുക. ഇങ്ങനെ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കിത് ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലീവ്സ് കിട്ടും. ഇത് കൂടുതലും നമ്മൾ വരയ്ക്കുന്നത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിൽ അങ്ങനെ ആ ഒരു ഡിസൈൻ, ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ച് കണ്ടിട്ടില്ല. അതിന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഈ ഒരു ഡിസൈൻ ഒരുപാട് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ്. ഈ ഒരു ലീവ്സാണ് വരുന്നത്. ഇത് നമ്മൾ കോഫി ബീൻസ് എന്ന് പറയാം. കോഫി ബീൻസ് ആണിത്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ കാണിച്ചു തന്നതാണ്. 2 ലീവ്സ് ഇതുപോലെ കുറച്ച് തിന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ലീവ്സിൻ്റെ ബാക്കി പോലെ നമ്മൾ നെക്സ്റ്റ് അടുത്തിട്ട് കൊടുത്ത് വരയ്ക്കുക. നടുക്ക് ഒരു സ്പേസ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ലീവ്സ് എന്ന് പറയുന്നത് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതിൽ ഒരു 6-7 ലീവ്സ് വരുന്ന രീതിക്കാണ് ഞാൻ വരച്ചിട്ടുള്ളത്. എന്നിട്ട് വെയിൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അറ്റത്ത് മാത്രം നമ്മൾ അകത്തോട്ട് പോവാതെ അറ്റത്ത് ആ ഒരു കാണുന്ന ഭാഗം മാത്രം വീഡിയോ കാണുന്ന പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്കിത് എളുപ്പത്തിന് വരയ്ക്കാനുള്ള ടിപ്പ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ടിപ്പ് വേറൊന്നും അല്ല, നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പെർഫെക്ഷനായിട്ട് നമുക്ക് വരയ്ക്കാൻ കിട്ടും. നമുക്ക് ബ്രൈഡൽ മെഹന്തി അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പ്രാക്ടീസ് സെഷൻ നല്ല ഉപകാരപ്പെടും. സോ നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ഈ ഒരു മെഹന്തി നിങ്ങൾക്ക് കാണുന്ന ഡിസൈൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് പഠിച്ച ഡിസൈൻസൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് നിങ്ങളൊരു ലെവലിൽ എന്തായാലും കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെന്ന ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഹെന്ന ക്ലാസ്സുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ ലോങ് വീഡിയോസ് എടുത്ത് നോക്കുക. അതിൽ ഞാൻ അത്യാവശ്യം 2 ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെന്ന ഡിസൈനിങ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ ഒരു വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.